സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. വഴിവിളക്ക്. അങ്ങെൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. സങ്കീർത്തനം 18:28. പുരോഹിതൻ ഒരുപാട് പേരുടെ ജീവിതത്തിലെ വഴിവിളക്കാണ്. ആ വിളക്ക് പാതയോരത്ത് സ്വസ്ഥമായി നിന്ന് പ്രകാശിക്കുന്നു. അതിൻ്റെ പ്രകാശം കണ്ട് ആളുകൾ വഴിതെറ്റാതെ കാലിടറാതെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു. നിൽക്കുന്നിടത്ത് ഇരുട്ടാകുമ്പോൾ ആ ഇരുട്ടു നീക്കി പ്രകാശം ലഭിക്കാനാണ് മനുഷ്യർ വഴിവിളക്കിനെ ആശ്രയിക്കുന്നത്. വഴിവിളക്കിന് പക്ഷഭേദങ്ങളില്ല. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല അത് വെളിച്ചം പകരുന്നത്. കടന്നു പോകുന്നവൻ്റെ ജാതിയോ വംശമോ കുലമോ ഒന്നും അതിന് ബാധകമല്ല. എണ്ണ തീരും വരെ അത് കത്തി നിൽക്കും. ആ വെളിച്ചം എല്ലാവർക്കുമുള്ളതാണ്. എല്ലാവർക്കും ഉപകാരം മാത്രമേ വഴിവിളക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആർക്കും അതിനോട് വിരോധമില്ല. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു പോകുമ്പോൾ കാലിടറി വീഴാതിരിക്കാൻ ആ വിളക്ക് അവിടെയുള്ളത് എത്ര ആശ്വാസമാണ്. ഗുരുവും നാഥനുമായ യേശുവാണ് പുരോഹിതനെ വഴിവിളക്കായി സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും എണ്ണ പകർന്ന് വിളക്ക് കൊളുത്തുന്നതും അവിടുന്നാണ്. വാസ്തവത്തിൽ അവനിൽ ജ്വലിച്ചു നിൽക്കുന്ന വെളിച്ചത്തിൻ്റെ സ്രോതസ്സ് അവനിൽ വിളക്ക് കൊളുത്തുന്നവൻ തന്നെയാണ്. അവിടുത്തെ പ്രകാശമാണ് പുരോഹിതനിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുന്നത്. അവർ ആ വെളിച്ചത്തിൽ ആശ്രയിച്ച് തങ്ങളുടെ ചുവടുകൾ ഉറപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. വഴിവിളക്കിന് സംരക്ഷണ കവചമുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ മഴവെള്ളം വീണോ കാറ്റടിച്ചോ അതണഞ്ഞു പോകാറുണ്ട്. അത് സംഭവിക്കുന്ന ദിവസങ്ങളിൽ അതിനു ചുറ്റും ഇരുട്ടായിരിക്കും. അന്ന് അതിലേ പോകുന്നവർക്ക് ചിലപ്പോൾ വഴി തെറ്റും. അവരുടെ യാത്ര ദുർഘടം പിടിച്ചതാകും. ചിലരൊക്കെ അപ്പോൾ മാത്രമാണ് വഴിവിളക്കിൻ്റെ വില മനസ്സിലാക്കുന്നത് പോലും. ഒരു ദിവസം അണഞ്ഞുപോയി എന്ന് കരുതി വഴിവിളക്കിനെ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ ഉപേക്ഷിച്ചു കളയുന്നില്ല. പതിവ് പോലെ പിറ്റേ ദിവസവും അവിടുന്ന് വന്ന് അതിലെണ്ണയൊഴിച്ച് വിളക്ക് കൊളുത്തുന്നു. അതിൻ്റെ വെളിച്ചം വീണ്ടും ആ പ്രദേശങ്ങളിൽ നിറയുന്നു. എത്രയോ പേർ ഈ പ്രകാശത്തിൻ്റെ പ്രഭയാൽ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ കാരണമായിരിക്കുന്നു. അച്ഛനാണ് എന്നെ രക്ഷിച്ചത്. അച്ഛനാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് കാണിച്ചു തന്നത്. എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്നൊക്കെ എത്രയോ സഹയാത്രികർ അവനോട് പറഞ്ഞിരിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടോ നിഴലോ സ്വാധീനിച്ചപ്പോൾ വെളിച്ചമന്വേഷിച്ച് ഈ വഴിവിളക്കിൻ്റെ അടുത്ത് എത്തിയവരാണവർ. അവരെയെല്ലാം കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവൻ സഹായിച്ചു. ഈ വഴിവിളക്ക് നിരന്തരം കത്തി നിൽക്കുന്നത് കാണാൻ അവരെല്ലാം ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രകാശത്തിൻ്റെ പാതയിലൂടെ അവനോടൊത്ത് അവർ നടക്കുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗ്രാമവീഥികളിൽ തെളിച്ചിരുന്ന ഒരു വഴിവിളക്കായി ഭാവനയിൽ കാണുക. ആ വിളക്കിലേക്ക് ഓരോ ദിവസവും യേശു എണ്ണ പകരുകയും അത് കൊളുത്തി വയ്ക്കുകയും ചെയ്യുന്നത് സങ്കല്പിക്കുക. ആ വെളിച്ചം കണ്ട് നേരായ വഴിയിലൂടെ കടന്നുപോയ ഏതാനും മുഖങ്ങളും കാണുക.
അവരെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. പ്രകാശം പകരുന്ന ഈ ദൗത്യത്തിലേക്ക് എന്നെയും തിരഞ്ഞെടുത്തതിന് അവിടത്തേക്ക് നന്ദി പറയുക. കർത്താവ് കൊളുത്തുന്ന ഈ വിളക്ക് ഏറ്റവും പ്രഭയോടെ ജ്വലിക്കാൻ ഇടയാകണേ എന്ന് യാചിക്കുക.